ഒന്നുമില്ല, നമ്മളിങ്ങനെ ഇളകുന്നുണ്ടോ? ഗോയിങ് ടു ഹെഡിങ് ടു കാഠ്മണ്ഡു. അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ സൈക്കിൾ യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഫ്രം മുൾക്കോട്ട്, നേപ്പാൾ. അപ്പം മുൾക്കോട്ടിലാണ് നമ്മളുള്ളത്. നല്ല തണുപ്പാണ്, ആകെ മൊത്തം കോട കൂടി കിടക്കാണ്. അപ്പം നമ്മുടെ രണ്ട് ഭായിമാരോടും യാത്ര പറഞ്ഞ് നമുക്ക് പോകണം. तो ठीक है पवन भाई और संतोष भाई, अगला बार मिलेंगे. हाँ तो आप भी केरला आ जाइए. हाँ आपको ढूंढूंगा जरूर. ठीक है भाई, ओके बाय. ठीक है, നമുക്ക് റോഡ് പിടിക്കാനുള്ള സമയമായി. ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബർദി പാസ് പറഞ്ഞില്ലേ? ओके ठीक है, फिर मिलेंगे. ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബർദിവാസ് പറഞ്ഞില്ലേ, അവിടുന്നും ഇങ്ങോട്ടും ഇവിടുന്നും അങ്ങോട്ടും സെയിം ദൂരമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്ററാണ് ഈ ഒരു ഭാഗം. 95 കിലോമീറ്ററാണ് ഇവിടുന്ന് ഇനിയിപ്പം ഉള്ളത് ഇങ്ങോട്ട് കാഠ്മണ്ഡുവിലേക്ക്. അതേമാതിരി തിരിച്ച് ബർദിവാസിലേക്കാണെങ്കിലും 95 കിലോമീറ്റർ തന്നെയാണ്. जिया नहीं जाना पारे, समझ न पाए रे, उम्र का तो ताना वाना समझ न पाए रे. हाँ नेपाली आउन देना. ठीक है, बाय. ഇവിടെ കണ്ടില്ലേ സാധനങ്ങളായിട്ടൊരു നേപ്പാളി ഫാമിലി ഇങ്ങനെ പോകുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അവരുടെ ആ ഒരു കൊട്ട കാണാൻ. ബാക്കത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് പോവാണ്. നമസ്തേ. അപ്പം ഞാനിതാ ബൊറേട്ടാർന്ന് തന്നെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ബൊറേട്ടാർ. നേപ്പാൾ ടോക്ക് ഇനി ഇവിടുന്നും ഒരു 12 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഇവിടെ ഞാൻ ലോക്കൽസ് കഴിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് കണ്ട്. എന്താണെന്ന് വെച്ചാൽ ലോക്കൽസ് കഴിക്കുന്നതും ടൂറിസ്റ്റുകൾ കഴിക്കുന്നതും തികച്ചും വ്യത്യസ്തമായിരിക്കും. ടൂറിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും, അത് നല്ല ഭക്ഷണം കിട്ടിക്കോണമെന്നില്ല, എക്സ്പെൻസീവ് ആയിരിക്കും. ഇത് നല്ല ഭക്ഷണമായിരിക്കും, ചീപ്പും ആയിരിക്കും. അപ്പോൾ അത് രണ്ടും കൂടിയാണ് നമുക്കിത്. ആര് കഴിക്കുകയാണെങ്കിലും ലോക്കൽസ് എവിടെ നിന്നാണോ കഴിക്കുന്നത് അവിടുന്ന് നിങ്ങൾ കഴിക്കാൻ നോക്കുക. അപ്പം നല്ല ടേസ്റ്റുള്ള ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ഇതാണ് ആ കട. അപ്പം നമ്മുടെ ചൂട് ചോമീൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കുക. കണ്ടില്ല, ഇവിടെ ഒരുപാട് ആളുകൾ, ഇവിടുത്തെ ആളുകൾ വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. അതിലും കൂടുതൽ ട്രസ്റ്റ് നമുക്ക് വേറെ എവിടെയും ആവശ്യമില്ല. കൊള്ളാം. ഇതും കൂടി കഴിച്ചിട്ട് നേപ്പാൾ ടോക്ക് പോവാം. എന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. തണുപ്പ് ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട്. മുകളിലേക്ക് പോകുന്നതോറും ഇപ്പം സമയം ഞാൻ പറഞ്ഞല്ലോ എത്രയായി, 10 മണിയായി. എന്നിട്ടും തണുപ്പൊന്നും കുറഞ്ഞിട്ടില്ല, ചെറുതായിട്ട് വെയിൽ വന്നിട്ടുള്ളൂ. അപ്പം ഇവിടുന്നും ബസാറിന്ന് ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് വാങ്ങിയതാണ്. കണ്ടില്ലേ, നേപ്പാളി ഏതോ ബ്രാൻഡ് കേട്ടോ. ഇവിടെ ഇതൊക്കെ തന്നെ കിട്ടുകയുള്ളൂ. അപ്പം ഇത് നമുക്ക് കഴിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ പോണ വയ്ക്ക് ഇനിയിപ്പം ഷോപ്പ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലേ
അതിനു വേണ്ടി കരുതി വെക്കുന്നതാണ്. നോയിക്ക് മലൊക്കെ എത്ര അടുത്താണെന്ന്. ഓ, അതിനിടയിൽ കൂടെ പോകുന്ന ചെറിയ ചെറിയ റോഡുകളുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡല്ല, വഴിയാണ്. പക്ഷേ അതിൽ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അത് അടുത്ത ഗ്രാമമാണ്. അതിലേക്ക് തൂക്കുപാലങ്ങളുണ്ട് ഇവിടെ ഒരുപാട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഭാഗത്തായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേമാതിരി ഷോപ്പുകളാണ് അധിക സ്ഥലത്തും ഒക്കെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ ധന്യവാദ് എഴുതിയിട്ടുണ്ട്. നമ്മൾ സിന്ധൂര് ഡിസ്ട്രിക്റ്റ് കഴിഞ്ഞോ? വേറെന്തിനോടാണ് തോന്നുന്നത്. ആഹാ, നമ്മളെ വരവേറ്റ് നോക്കി. ഇവിടെ അടിപൊളി ഒരു വ്യൂ. ആഹാ, ഓ, ഈ വ്യൂ കണ്ട് ഇവിടെ വേണേൽ കുറച്ച് നേരം ഇരിക്കട്ടോ. അത്ര അടിപൊളിയാണ്. നമുക്ക് എന്തായാലും മുന്നോട്ട് പോകുമ്പോൾ കുറേ കാണാനുണ്ട്. നല്ല ഭംഗിയുണ്ട് അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എങ്ങനെയുണ്ട് നേപ്പാൾ? അപ്പം തണുപ്പ് തന്നെ തണുപ്പാട്ടോ. വെയിലുണ്ടായിട്ടും ആ തണുപ്പിന് വലിയ കുറവൊന്നുമില്ല. ഇവിടുത്തെ വ്യൂ ഒന്ന് നമുക്ക് കാണാം. ഇല്ലേ, വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നത്. നമുക്ക് കടകളൊന്നും ഇപ്പം ഇവിടെ ഒന്നും കിട്ടുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ വെള്ളം നിറയ്ക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നത് നേപ്പാൾ ടോക്ക് എത്തേണ്ടി വരും. ഏകദേശം എത്താനായിട്ടുണ്ട്. അടുത്ത ടൗൺ അത് തന്നെയാണ്. അപ്പോൾ അവിടെ നമുക്ക് വെള്ളം നിറയ്ക്കണം. ഇപ്പം താഴത്തൊന്നും വെള്ളത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ പോയി എടുക്കാനും. പക്ഷേ വഴിയൊന്നും ഇല്ല താഴത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളത്. I am feeling very happy to meet you. Okay, thank you. You are I love India and I love each Indian. Okay, Indian respect Nepal and you also respect Nepal. Yeah, that's it. And, where is your destination? Like now I am heading to Kathmandu. Kathmandu? Kathmandu? Oh my God! Yeah, This cycle you going to Kathmandu? Yes. You know where Kerala is? Kerala? Yes, India. Just back side. Yeah, from there I am coming. India. Kerala. Bicycle? Yes. What is this, accelerator cycle or No. cycle? Just riding. അപ്പം നമ്മൾ എത്തിയത് നേപ്പാൾ ടോക്ക് ബസാറിലാണ്. ഹലോ, കേരള, ഇന്ത്യ. അപ്പം കുറേ കാലത്തെ ആഗ്രഹേനും ഈ തൂക്കുപാലത്തിനുള്ളിൽ കൂടെ പോവാന്നുള്ളത്. അപ്പം ഞാനും ചന്ദ്രനും പോവാടെ. നിങ്ങളും റെഡിയല്ലേ? ദേ ചന്ദ്രൻ. കയറല്ലേ നമുക്ക്? Side.
കഴിഞ്ഞാൽ ഒരു ഗ്രാമത്തിൽ നിന്നും അടുത്ത ഗ്രാമത്തിലേക്കുള്ള കണക്ഷനാണ്. കാരണം ഇവിടുന്ന് റോഡ് ഉണ്ടാവില്ല, അവർക്ക് ആ ഭാഗത്തുള്ളവർക്ക് ഇങ്ങനെ ഇത് കടന്നിട്ട് വേണം വരാൻ. അപ്പം ഇതിലൂടെ വണ്ടി പോവും, വേറെ ഒന്നും പോകില്ല, സൈക്കിളും പോകും. പിന്നെ സൈക്കിളോട് ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല. ഹലോ ഹായ് കണ്ടില്ലേ എത്ര ആളുകൾ അവിടെ ഉള്ളത്. ഇത് മുകളിൽ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തുന്നതാണ്. വാ കണ്ടേ യാ ഓ ഇത് ഡേഞ്ചറാട്ടോ. ഇനിയിപ്പം വളയ്ക്കണമെങ്കിലേ ആ തറ്റം പോയിട്ട് തന്നെ വളയ്ക്കണം. അപ്പോൾ നമുക്ക് അവിടുത്തെ ഗ്രാമം ഒന്ന് കാണാം. തറ്റെത്തി ഇത് കഴിയാനായി. കണ്ടില്ലേ നല്ലൊരു ഗ്രാമം ഇവിടെ ഉണ്ട്. ഇവിടുന്ന് വണ്ടി ഇറക്കാനുള്ള പാകത്തിലാണ് ഇവിടെ ഉണ്ടാവുക. കാരണം വണ്ടികൾ വരണം കണ്ടോ, ഇതേമാതിരി സ്ലോപ്പാണ് ഉണ്ടാവുക. അതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് ഇറക്കാം. ആ ഇവിടെ ഒരു ഹോട്ടലിൽ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമസ്തേ. नेपाली आउँदैन? नेपाली आउँदैन? अनि नेपालमा नेपाल घुमेर नेपाल नआए के आउँदैन? नेपाल घुमेर हाम्रो यहाँको त अब नेपालमा त्यो आउँछ, अर्को आउँदैन. കണ്ടില്ലേ ഇപ്പറം നിന്ന് കഴിഞ്ഞാലുള്ള വ്യൂ ആണ് കേട്ടോ ഈ തൂക്കുപാലത്തിൻ്റെ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹോട്ടലല്ല അത്ര, ഇതെന്തോ വീടാണ്. ഞാൻ വിചാരിച്ച് ചായ വല്ലതും കുടിക്കാതെ വിചാരിച്ചിരുന്നതാണ്. ഒരു ഹോട്ടൽ മാതിരി ഉണ്ട്. എന്തായാലും ഈ ഭാഗത്തുള്ള ഒരു ഏരിയ ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ ആളുകളും വണ്ടിയുള്ളവരൊക്കെ ആയിരിക്കുമല്ലോ, ആ വണ്ടി എടുത്തിട്ട് അവരിങ്ങനെ ഇത് പോണ വഴിയുണ്ട്. ഇതൊക്കെ വണ്ടി പോണ വഴിയാണ് അങ്ങനെ മുൻപോട്ട്. അപ്പോൾ അവരങ്ങനെ വണ്ടി എടുത്തിട്ട് വരും. ഇവിടെ ഒരുപാട് വീടുകളുണ്ട് ഈ ഒരു ഭാഗത്ത്. പിന്നെ ഈ വീടും പിന്നെ അതിൻ്റെ താഴത്തേക്ക് ഒരു വഴിയുണ്ട്, അവിടെയുണ്ട് ഒരുപാട്. ഈ ഒരു ഗ്രാമം കണക്ട് ചെയ്യുന്ന തൂക്കുപാലാണ് അത്. ഈ ഗ്രാമം ആ റോഡും കണക്റ്റ് ആവും അല്ലേ. ഇത്ര പുരോഗതി എന്നുള്ള ഏരിയ ആയിരിക്കില്ല ഇതിൻ്റെ ഇങ്ങോട്ടാവുമ്പോൾ. പക്ഷെ കാണാനെന്തൊരു ഭംഗിയാ. കന്നുകാലികൾക്ക് ഇട്ട് കൊടുക്കാനുള്ള വൈക്കോലൊക്കെ ഇവിടെ ഉണ്ട്. പാഡി സ്ട്രോ ഇതിൻ്റെ ഉള്ളിലൊക്കെ അതാട്ടോ കാണാൻ പറ്റുന്നത്. ഇവിടെ നല്ല മനോഹരമായ മറ്റൊരു വീടും. വാവ്, എന്തായാലും വന്നത് മുതലായി നൈസായിട്ടുണ്ട്. ഒരു വണ്ടി ഇതേ ആ സൈഡിൽ നിന്ന് വരുന്നു. പോകാൻ പറ്റിയേക്ക് രണ്ടാൾക്കും കൂടി. जा सकते हैं? ഓക്കെ താങ്ക് യു. അപ്പം രണ്ടാൾക്കും കൂടി 2 വണ്ടിക്ക് പോകാൻ കണക്കാക്കി ഉണ്ടാക്കിയതാട്ടോ. എന്നാൽ പിന്നെ തിരിച്ചിറങ്ങാം.
അല്ലേ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞത്. കാരണം ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് തൂക്കുപാട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒന്ന് ചവിട്ടാനും കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയത്. അടിപൊളി കിടിലം നേപ്പാൾ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളും ആ ഒഴുക്കിനനുസരിച്ച് അങ്ങനെ പോകുന്നുണ്ട്. അതാ അടിപൊളി. അപ്പോൾ കണ്ടില്ലേ നമ്മളെവിടെ എത്തിയത് നോക്കിയേ. ഇതൊരു കവാടം കണ്ടില്ലേ ഇവിടെ എന്താണ്. അപ്പോൾ നമ്മൾ 4ാമത്തെ ഡിസ്ട്രിക്റ്റിലേക്ക് കടക്കാൻ പോവാണ്. നേപ്പാളത്തെ 4ാമത്തെ ഡിസ്ട്രിക്ട് കാവ്രൻ പലൻ ചൗക്ക് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം നമ്മൾ ഇവിടെ ഏതാന്ന് വെച്ചാൽ സിന്ധുലി ഡിസ്ട്രിക്റ്റ് ആയിരുന്നു. ഫസ്റ്റ് നമ്മൾ വന്നത് ജാപ്പ, പിന്നെ ധനുഷ, പിന്നെ സിന്ധുലി, പിന്നെ കാവ്രൻ പല ചൗക്ക് എന്ന് പറഞ്ഞ കാവ്രൻ പലൻ ചൗക്ക് എന്ന് പറഞ്ഞ ഈ ഡിസ്ട്രിക്റ്റും. അപ്പം അടിപൊളി 4ാമത്തെ ഡിസ്ട്രിക്റ്റിലേക്ക് നമ്മൾ അങ്ങോട്ട് പോകാൻ പോവാണ്. എന്തുകൊണ്ടും കിടിലാണ് കേട്ടോ. വ്യൂ കൊണ്ടായാലും എല്ലാം കൊണ്ടായാലും വണ്ടികളും വളരെ കുറവാണ്. അതുകൊണ്ട് നല്ല എൻജോയ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഈ കവാടം കടന്നിട്ട് കാവ്രൻ പലൻ ചൗക്ക് എന്ന് പറഞ്ഞ ഈ ഡിസ്ട്രിക്റ്റിലേക്ക് നമുക്ക് പോവാം. അപ്പം ഇവിടെ കണ്ടില്ലേ ആകെ മൊത്തം തിരക്കാണ്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കണ്ടില്ലേ ഇവിടെ ഒരു നാച്ചുറൽ റിഫ്രഷ്മെൻറ്റ് സോണുണ്ട്. അപ്പം ഇവിടെ നല്ല ഫ്രഷ് വാട്ടർ അങ്ങനെ ഒലിച്ച് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഉരുൾപൊട്ടൽ എന്തോ ഉണ്ടായ വഴിയാണെന്ന് തോന്നുന്നു. അപ്പം നമുക്കിത് ഇവിടുന്ന് മുഖക്കൊന്ന് കഴുകാം. വെള്ളത്തിൻ്റെ കാര്യം പറയട്ടല്ലോ, തണുക്കുന്നു. കണ്ടില്ലേ വെള്ളത്തിൻ്റെ ക്ലാരിറ്റി ആയി. ഇത്ര നല്ല വെള്ളമാണ്, നല്ല ഫ്രഷ് വെള്ളം. ഇതാ അങ്ങനെ ഒഴുകി മുകളിൽ നിന്നും വരാം. കാണണോ? മോൺ അതാ അങ്ങനെ ഒഴുകി വരാണ്. ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ വരും. ചന്ദ്രൻ അതാ ഇതെവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാ വണ്ടികളും ഇങ്ങനെ ക്രോസ് ചെയ്യുന്നു. ഇവിടെ റോഡ് കുറച്ച് മോശമാണ്, അതുകൊണ്ട് പൊടിയും നന്നായിട്ടുണ്ട്. അപ്പോൾ അതെ എൻ്റെ മുഖം ഞാൻ കേൾക്കും. അപ്പം ചന്ദ്രൻ്റെ 2 കാലം നമ്മൾ കേൾക്കണ്ടേ? വലിയ മോശമല്ലേ? അപ്പം അടുത്ത വാട്ടർ കളക്ടിങ് സെൻറ്ററിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. സൗണ്ട് കേൾക്കുന്നുണ്ടാവുമല്ലോ. അതേ ഇത് തന്നെ മലൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. കുറച്ച് മതി. ഇവരുടെ ചേട്ടൻ ഇരുന്നിട്ട് ഇങ്ങനെ വൃത്തിയാക്കുന്നത്. മറ്റാളാ പറഞ്ഞത് കുടിക്കാൻ പറ്റുന്നതാണ്. നമസ്തേ. വേണ്ടില്ല ആളിവിടെ ഇരുന്നിട്ട് ഇത് വൃത്തിയാക്കുകയാണ് പാത്രങ്ങളൊക്കെ. ഇവിടെ ഇവരുടെ ആടുകളൊക്കെ കാണാൻ വരാം. ആടിൻ്റെ ഫാം എന്ന് പറയാം. ഉണ്ടല്ലേ
കുറേ ആടുകളുണ്ട്. ഇവിടെ ഒരു ദാദി ഇരിക്കുന്നുണ്ട്. നമസ്തേ. കണ്ടില്ല എന്ത് ഭംഗിയാണ് ആളെ കാണാൻ. अपने देखने के लिए बहुत सुंदर है. नानू अन्नू. तो भैया आपका नाम क्या है? नेत्र रासापुरा। हाँ, मस्त थोड़ा नीचे कर सकते हैं, फेस देखनी है. अच्छा तो आपका नाम? अच्छा. അപ്പം എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ ഇവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കായത്. പക്ഷെ നമുക്ക് പോകാൻ പറ്റൂല. കാരണം ഇത് കണ്ടില്ലേ, ഇതാണ് ആ കാണുന്നുണ്ട് നിങ്ങളെ വഴി ഓഫ് റോഡ്. ഇവിടുന്ന് അങ്ങനെ ഒരു പാലിൻ്റെ വണ്ടി വന്നിട്ട് ഒരു 10 കിലോമീറ്റർ മുകളിൽ പോകാനുണ്ട്. അപ്പോൾ ആളെന്തായാലും ക്ഷണിച്ച് അത് തന്നെ വലിയ കാര്യം. ഒരു വയന്ന് കാണുന്ന ഒരാളെ വീട്ടിലേക്ക് വരാനും 2 ദിവസം അവിടെ മൂപ്പരാൾ അവിടെ ടീച്ചറാണ്. അപ്പം ഇനിയിപ്പം ഞായറാഴ്ച വരുള്ളൂ, ഇന്ന് വെള്ളിയാഴ്ച ആണ്. അപ്പം അതുകൊണ്ട് ഞായറാഴ്ച എന്നോട് എൻ്റെ കൂടെ തന്നെ കൂടി തിരിച്ചു വരാമെന്നും പറഞ്ഞു. അപ്പം ആ പറച്ചിലാണ് സ്നേഹമുള്ളത്. तो भैया मैंने तो इनवाइट करने के लिए बहुत शुक्रिया. मैं तो नहीं आ सकते, मतलब इतनी किलोमीटर है ना, आप भी ऑफ रोड करने जाना पड़ेगा. हाँ ठीक है, तो अगला बार आऊँगा तो ज़रूर मिलेंगे. नहीं अभी तो जा सकता है ना. अभी तो साइकिल तो दिक्कत है ना, उसके प्रॉब्लम नहीं तो जा सकता था. ठीक है, तो अगला बार मिलेंगे. नहीं ठीक नहीं, ये तो उधर अच्छा जगह था. ओ अच्छा, 1-2 दिन बैठेगा वो जाएगा ना. മേ ബി മൺ ഹേ. 1-2 ദിവസം നിന്നിട്ട് പോകാതെ നോക്കിയത്. നമ്മുടെ ചന്ദ്രൻ ഉണ്ടായതിനെ കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം മുകളിലേക്ക് അവരെന്നെ ഓഫ് റോഡ് കയറിയിട്ടാണ് പോവുക. तो क्या करेगा, तो अगला बार मिलेंगे. हाँ ठीक है, भाई बोलिए मेरे लिए. नहीं चल जाओ उधर चल जाओ. അങ്ങോട്ട് വരാൻ वही है ना, साइकिल का है मुश्किल. हाँ इधर ही डालो जाएगा ना. इधर छोड़ के नहीं जा सकते ना, वो भी है. ठीक है, तो बाय 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 बाय. അപ്പം പയ്യന് നമുക്കൊരു സ്റ്റിക്കർ കൊടുക്കാം. നമ്മുടെ സ്റ്റിക്കർ ഉണ്ട് ഇവിടെ. ഇത് കണ്ടില്ലേ, നമ്മുടെ इको ट्रैवल, ये तुम्हारे लिए कैसे है? स्टिकर है, पसंद है क्या? हाँ. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളൊരു ബുദ്ധൻ്റെ അമ്പലം കണ്ടിട്ടുണ്ട്. അമ്പലമാണ്, പ്രതിമ കാണുന്നത്. അപ്പം ഷൂ ഇവിടെ ഊരി വെക്കണം. എന്നിട്ട് നമുക്ക് കയറി ഇവിടുത്തെ കാഴ്ചകൾ കാണാം. വാവ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ എവിടെ വന്ന് ടെൻഡ് ചെയ്യാൻ പോകുന്നതെന്ന്. भैया ये जगह किधर है? कावरे. ओहो अच्छा, तो आपका नाम भी बोलिए. മെക്രാസ്. ഓ अच्छा नाम. അപ്പം ആളെ വർക്ക്ഷോപ്പാണ് ഇവിടെ. അപ്പം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും അടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്, നമുക്ക് എവിടെ വേണേൽ അടിക്കാം. അപ്പം വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. അത്ര നല്ല വാർത്ത ഒന്നുമല്ല, നമ്മളെ സൈക്കിളിനൊരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. അതിപ്പം ഒരു 2-3 ദിവസമായിട്ടുണ്ട്. പക്ഷെ നമുക്കൊന്നും ചെയ്യാനില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റിയർ വീലില്ലേ, അതിൻ്റെ ബോൾസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇങ്ങനെ കിടന്ന് ആടും. हाँ भैया इधर साइकिल कुछ नहीं यूज़ करेगा? कोई यूज़ नहीं करेगा. ഇവിടെ സൈക്കിൾ തന്നെ ഉപയോഗിക്കില്ല. तो साइकिल शॉप भी नहीं होगा.
काठमांडू जाना है। बने पाए में कितने किलोमीटर इधर से काठमांडू? 55. 55. ഓഹോ 55 കിലോമീറ്റർ നമുക്ക് ഇങ്ങനെ വെച്ച് പോകണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പിനൊക്കെ പ്രശ്നമാണെന്ന് അറിയാം, പക്ഷേ വേറെ വഴികളൊന്നുമില്ല. ഇതിങ്ങനെ ഇളകുന്നുണ്ടോ? ഇപ്പം നന്നായിട്ട് ഇളകുന്നുണ്ട്. അതാണ് പ്രശ്നം. അപ്പം നമുക്ക് നോക്കാം. അവിടെ കാഠ്മണ്ഡു വരെ അങ്ങനെ പോകണം. എന്നിട്ട് അവിടെ നിന്നും ബോൾസൊക്കെ മാറ്റണം. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നോക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കണ്ടില്ലേ പബ്ലിക് എന്താ പറയുക ഇതിന് വാട്ടർ കണക്ഷൻ. ഇതിൽ വെള്ളം കുടിക്കാനും ഒരാവശ്യത്തിന് എടുക്കുന്നതാണ്. അപ്പം ഞാൻ മുഖം കഴുകാൻ വേണ്ടി വന്നതാണ്. കണ്ടില്ലേ, ഇതൊക്കെയാണ് അനുഭവങ്ങൾ. അടിപൊളി, നല്ല തണുപ്പുണ്ട് വെള്ളം. ഇത് നമ്മൾ ഏത് 5 സ്റ്റാർ ഹോട്ടലിൽ പോയാലും ഇങ്ങനത്തെ വെള്ളങ്ങളൊന്നും കിട്ടൂല, അല്ലെങ്കിൽ ഇങ്ങനത്തെ അനുഭവങ്ങൾ എവിടെയും കിട്ടൂല. അപ്പം നമ്മൾ മാക്സിമം നേപ്പാൾ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ വേറെ എന്താ പരിപാടി നോക്കുന്നുള്ളൂ. എന്തായാലും ഒരു തിരക്കുമില്ല, ഉള്ളത് വെടിപ്പായിട്ട് കാണണമെന്നുള്ളൂ. കൈയും കാലൊക്കെ ഞാൻ കഴുകി, അവസാനം മുഖമായിരുന്നു. അതും കഴിഞ്ഞ് അപ്പോൾ ആ സൈക്കിൾ വെച്ച് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റില്ലേ, ഇതേ അവിടെയാണ്. അപ്പം നമുക്കിതാ ഇവിടെ നല്ല ചോറും കറിയും ഉണ്ട്. ഇവിടെ തൊട്ടടുത്തുള്ള വീടുള്ള ഈ ബയ്യാണ് നമുക്ക് ഇന്ന് ഇവിടെ ചോറ് ഉണ്ടാക്കിയത്. ഭയ്യ ആപ്കാ നാം ബോലി? നാം സന്ദേശ്. സോ താങ്ക് യു. അപ്പം ആള് ഫാമിലി ആയിട്ട് ഇവിടെ നിൽക്കുന്നത്. ഇതാണ് ആളെ വീട് കേട്ടോ. എന്തായാലും അടിപൊളി. നമുക്ക് ഈ ചോറ് കഴിക്കുക. നല്ല തണുപ്പാണ് പുറത്ത്. ആളുകളോടൊക്കെ സംസാരിച്ചിരുന്നിട്ട് സമയം പോകുന്നത് അറിയുന്നില്ല. അപ്പം ഇന്നത്തെ ദിവസം നമ്മളിത് ഇവിടെ കഴിയാൻ പോവാണ്. ടെൻ്റ് കണ്ടില്ലേ നമ്മൾ ഇവിടെ അടിച്ചിട്ടുണ്ട്, അതിൽ കയറി കിടക്കും. നല്ല തണുപ്പാണ്. 65 കിലോമീറ്റർ ഉണ്ട് ഇനി കാഠ്മണ്ഡു പോകാൻ. എന്തായാലും നമ്മളെ വിളിച്ചില്ല, അന്ന് വീട്ടിലേക്ക് വിളിച്ചില്ല. അവരാണ് ഇന്ന് നമ്മളെ ദിവസം സ്പെഷ്യലാക്കിയത്. ആ ഗ്രാമത്തിലെ ആളുകൾ, ആ ഒരു അച്ഛനും ഒരു മോനും. അപ്പം അത്ര പറയാതെ ടീക്ക് ഭയ്യ, ഗുഡ് നൈറ്റ്. വണ്ടികൾ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ആളെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. വീടും മറ്റേ പണിസ്ഥലം. ഇവരിങ്ങനെ ഇറച്ചിക്കടാണ് വരുന്നത്, കോയും പോത്തൊക്കെ ആയിട്ട്. അപ്പം അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഞാനും കിടന്നുറങ്ങാൻ പോവാണ്. രാവിലെ കാണാം. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. ബൈ.